സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡ്രോണുകൾ, ഇപ്പോൾ നമ്മൾ റോഡിൽ കാണുന്ന ഇലക്ട്രിക് കാറുകൾ വരെ ഇന്ന് നമ്മൾ കാണുന്ന ഈ മോഡേൺ ടെക്നോളജി വിപ്ലവത്തിന് പിന്നിൽ ഒരൊറ്റ ഹീറോയേ ഉള്ളൂ. അതാണ് ലിഥിയം അയൺ ബാറ്ററികൾ. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശാസ്ത്രലോകത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: ലിഥിയം ബാറ്ററികളുടെ സുവർണ കാലഘട്ടം അവസാനിക്കാറായി എന്ന്. അതെ, നമ്മൾ വിചാരിക്കുന്നതിലും വേഗം ലിഥിയം എന്ന മൂലകം ഭൂമിയിൽ നിന്ന് തീർന്നു പോവുകയാണ്. പോരാത്തതിന് ചൂട് കൂടുമ്പോൾ ഇവ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടാണ് ലോകത്തെ വമ്പൻ യൂണിവേഴ്സിറ്റികൾ ഒരു പുതിയ തരം ബാറ്ററിയുടെ പിന്നാലെ പായുന്നത്. അതാണ് പ്രോട്ടോൺ ബാറ്ററി. സോഡിയം ബാറ്ററി പോലെ പുതിയൊരു ബാറ്ററി, പ്രോട്ടോൺ ബാറ്ററി. അടുത്തിടെ ഓസ്ട്രേലിയയിലെ UNSW സിഡ്നിയിലെയും അതുപോലെ തന്നെ RMIT യൂണിവേഴ്സിറ്റിയിലെയും ശാസ്ത്രജ്ഞർ ഈ പ്രോട്ടോൺ ബാറ്ററി സാങ്കേതിക വിദ്യയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. തീ പിടിക്കില്ല, മിനിറ്റുകൾക്കകം ചാർജ് ചെയ്യാം, പരിസ്ഥിതിക്ക് ഒട്ടും ദോഷമില്ല. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാം. എന്താണ് ഈ പ്രോട്ടോൺ ബാറ്ററി? ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മുടെ സാധാരണ ലിഥിയം ബാറ്ററികളെ ഇത് എങ്ങനെ വിപണിയിൽ നിന്ന് തുടച്ചു നീക്കും? ഇതേക്കുറിച്ച് വളരെ വിശദമായി അതിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പ്രോട്ടോൺ ബാറ്ററിയുടെ സയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയണം. എങ്കിൽ മാത്രമേ പുതിയ സാങ്കേതിക വിദ്യയുടെ മൂല്യം മനസ്സിലാവുകയുള്ളൂ. ലിഥിയത്തിന്റെ ലഭ്യതക്കുറവും അതിന്റെ കുത്തകയുമാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ ലിഥിയം എന്നത് ഭൂമിയിൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ ലോഹമാണ്. നിലവിൽ ലോകത്തിലെ ലിഥിയം നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും സൗത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമാണ്. എന്നാൽ ഇതിന്റെ പ്രോസസ്സിംഗും ബാറ്ററി നിർമ്മാണവും പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ചൈനയാണ്. 2030 ആകുമ്പോഴേക്കും ലോകത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം 10 ഇരട്ടിയായി വർദ്ധിക്കും. അതുപോലെ തന്നെ സോളാർ എനർജിയുടെ ഉപയോഗവും കൂടും. ഈ സമയത്തെല്ലാം ഇത് സ്റ്റോർ ചെയ്യുന്നതിനായി ബാറ്ററികൾ വളരെയധികം ആവശ്യമായിട്ട് വരും. അത്രയും ആവശ്യമായ ബാറ്ററികൾക്ക് വേണ്ടി ലിഥിയം ഖനനം ചെയ്തെടുക്കുക എന്നത് അസാധ്യമാണ്. ഇത് വലിയൊരു സപ്ലൈ ചെയിൻ പ്രതിസന്ധിക്ക് കാരണമാവും. സുരക്ഷാ പ്രശ്നമാണ് അടുത്തത്. നിങ്ങൾ വാർത്തകളിൽ കാണാറില്ലേ, EV സ്കൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഒക്കെ തീപിടിക്കുന്നതായിട്ട്? ലിഥിയം ബാറ്ററികൾക്കുള്ളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ദ്രാവകം വളരെ എളുപ്പത്തിൽ തീപിടിക്കുന്ന ഓർഗാനിക് സോൾവെന്റുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാറ്ററിക്ക് ഉള്ളിൽ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ അല്ലെങ്കിൽ പുറത്തു നിന്ന് അമിതമായിട്ട് ചൂടായാലോ അത് തെർമൽ റൺ അവേ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. അതായത് സെക്കൻഡുകൾക്കകം ബാറ്ററി വൻതോതിൽ ചൂടായി കത്താനും പൊട്ടിത്തെറിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതമാണ് അടുത്ത പ്രശ്നം. 1 ടൺ ലിഥിയം ഖനനം ചെയ്തെടുക്കാൻ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. ഇത് പ്രകൃതിയിലെ ഭൂഗർഭ സ്രോതസ്സുകൾ വറ്റിച്ചു കളയും, അതായത് ജലത്തിന്റെ സ്രോതസ്സുകൾ. കൂടാതെ കോബാൾട്ട്, നിക്കൽ തുടങ്ങിയ പോയിസണസ് ആയിട്ടുള്ള ലോഹങ്ങളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവ റീസൈക്കിൾ ചെയ്യുക എന്നതും വളരെ ചെലവേറിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 3 വമ്പൻ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരേ ഒരു പരിഹാരമാണ് മറ്റ് ബാറ്ററികൾ എന്ന്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടോൺ ബാറ്ററി. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ സയൻസ് വളരെ ലളിതമായിട്ടൊന്ന് നോക്കാം. പ്രോട്ടോൺ ബാറ്ററിയുടെ പ്രവർത്തന രീതി കേൾക്കുമ്പോൾ പലർക്കും തോന്നാം ഇതൊരു ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ തന്നെയല്ലേ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു സാധാരണ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയുടെയും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിന്റെയും ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ആദ്യം ഒരു സാധാരണ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലേക്ക് നമ്മൾ പുറത്തു നിന്ന് ഹൈഡ്രജൻ വാതകം നിരന്തരം നൽകിക്കൊണ്ടിരിക്കണം. ഈ ഹൈഡ്രജൻ വാതകം ഫ്യൂവൽ സെല്ലിന്റെ ഉള്ളിലെത്തി വിഘടിച്ച് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമായിട്ട് മാറും. ഇതിലെ ഇലക്ട്രോണുകൾ പുറത്തെ വയറിലൂടെ ഓടി വൈദ്യുതി ഉണ്ടാക്കുന്ന സമയത്ത് പ്രോട്ടോണുകൾ ഉള്ളിലെ മെംബ്രെയിൻ വഴി കടന്നുപോയിട്ട് ഓക്സിജനുമായിട്ട് ചേർന്ന് വെള്ളമായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് പുറത്തു നിന്നുള്ള ഇന്ധനം നൽകി തത്സമയം തന്നെ കറണ്ട് ഉണ്ടാക്കുന്ന ഒരു ജനറേറ്റർ പോലെയാണ് നമ്മുടെ ഫ്യൂവൽ സെല്ല് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ടയോട്ടയുടെ മിറായിലൊക്കെ വരുന്ന സാധനം. എന്നാൽ പ്രോട്ടോൺ ബാറ്ററിയിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. ഇവിടെ പുറത്തു നിന്ന് ഹൈഡ്രജൻ വാതകം നൽകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ ബാറ്ററിയുടെ ഉള്ളിലെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം ഇതിന്റെ പ്രവർത്തനം പറയാം. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എല്ലാ ബാറ്ററിയിലെയും പോലെ തന്നെ ആനോഡാണ്. ആനോഡ് എന്ന് പറയുമ്പം ഈ പ്രോട്ടോൺ ബാറ്ററിയിലെ ആനോഡ് നിർമ്മിച്ചിട്ടുള്ളത് പോറസ് ആയിട്ടുള്ള, അതായത് സുഷിരങ്ങളുള്ള ഒരു കാർബൺ മെറ്റീരിയൽ കൊണ്ടാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോണുകളെ സുരക്ഷിതമായിട്ട് കെമിക്കൽ ബോണ്ട് വഴി ഈ പോറസ് കാർബണിലാണ് അല്ലെങ്കിൽ ആ അറകളിലാണ് സംഭരിച്ചു വെക്കുന്നത്. ഇനി കാഥോഡ്, ചാർജിങ് പ്രക്രിയ നടക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ വെള്ളം രൂപപ്പെടുന്നതുമെല്ലാം ഈ കാഥോഡിലാണ്. അതെന്താണെന്ന് നമുക്ക് പറയാം. അടുത്തത് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ എന്ന് പറയും. ഇതാണ് ബാറ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം.
സാധാരണയായിട്ട് നാഫിയോൺ എന്ന ഒരു കെമിക്കൽ പോളിമർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇതൊരു വൺ വേ ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് അടുത്ത് പറയാം. ഇനി ഓക്സിജൻ ചേംബർ, അതാണ് 4ാമത്തെ ഭാഗം. ഇത്രയും ഭാഗങ്ങളാണ് ഇതിനുള്ളത്. അതായത് ജലം വിഘടിക്കുന്ന സമയത്തുണ്ടാകുന്ന ഓക്സിജൻ വാതകത്തെ താൽക്കാലികമായിട്ട് സംഭരിച്ചു വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്, അതാണ് ഓക്സിജൻ ചേംബർ. ഇതാണ് നമ്മുടെ പ്രോട്ടോൺ ബാറ്ററിയുടെ ഭാഗങ്ങൾ. ഫ്യുവൽ സെല്ലിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഈ ഹൈഡ്രജനെ അപകടകരമായ രീതിയിൽ വലിയ മർദ്ദത്തിൽ നമ്മൾ ടാങ്കുകളിൽ സൂക്ഷിക്കേണ്ടി വരികയാണ്. പക്ഷേ പ്രോട്ടോൺ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് അത് കാർബൺ അറകളിലാണ് ഈ നമ്മുടെ ഹൈഡ്രജനെ സൂക്ഷിക്കുന്നത്. അതും സോളിഡ് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സാധാരണ മൊബൈൽ ഫോൺ പോലെ പ്ലഗിൽ കുത്തിവെച്ച് വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ കാര്യം കൂടുതലായിട്ട് വ്യക്തമാകും. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്ററി ചാർജറുമായി ബന്ധിപ്പിക്കുമ്പോൾ പുറത്തു നിന്നുള്ള വൈദ്യുതി ഈ ബാറ്ററിയുടെ കാഥോഡിലുള്ള ജലതന്മാത്രകളെ നിർബന്ധിതമായിട്ട് വിഘടിപ്പിക്കും. അതായത് അതിൽ വെള്ളം ഉണ്ടായിരിക്കും. ആദ്യം തന്നെ ഈ ഹൈഡ്രജൻ ബാറ്ററിയിൽ, പ്രോട്ടോൺ ബാറ്ററിയിൽ വെള്ളമാണ് ഉണ്ടാവുക. ഈ വെള്ളത്തിന് നമ്മൾ പുറത്തു നിന്നുള്ള ഇലക്ട്രിസിറ്റി കൊടുത്ത് അല്ലെങ്കിൽ പ്ലഗും ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി വന്ന് എന്ത് ചെയ്യും, അതിനെ വിഘടിപ്പിക്കും. വെള്ളത്തിന് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്? പ്രോട്ടോണുകൾ, അതായത് ഹൈഡ്രജൻ ഉണ്ടാവും, പിന്നെ ഇലക്ട്രോണുകൾ ഉണ്ടാവും, പിന്നെ ഓക്സിജൻ വാതകവും ഉണ്ടാവും. H2O ആണല്ലോ ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും. ഇതിലുണ്ടാകുന്ന ഈ ഓക്സിജൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിജൻ ചേംബറിലേക്ക് മാറും. ബാറ്ററിയിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ ചേംബറിലേക്ക് മാറും. ജലത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേർപെട്ട പ്രോട്ടോണുകൾ, അതായത് ഹൈഡ്രജൻ, ഈ ബാറ്ററിയുടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു മെംബ്രെയിൻ, നാഫിയോൺ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. ഈ മെംബ്രെയിന്റെ പ്രത്യേകത ഇത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഈ പ്രോട്ടോണിനെ മാത്രമേ കടത്തിവിടുള്ളൂ. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോണിനെ മാത്രം, ഇലക്ട്രോണിനെ ഇത് കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രോട്ടോണുകൾ ഈ നാഫിയോൺ മെംബ്രെയിൻ കടന്ന് ആനോഡിലേക്ക് പോകും. ആനോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അറകളിലേക്ക് പോകും. അതേസമയം അവിടെ ഇലക്ട്രോണുകളും ഉണ്ടായിട്ടുണ്ട്. ഈ ഇലക്ട്രോണുകൾക്ക് പക്ഷേ ഈ നാഫിയോൺ മെംബ്രെയിൻ കടക്കാൻ കഴിയില്ല. കാരണം അത് നെഗറ്റീവ് ചാർജ് ആണ്, അത് അതിലൂടെ കടത്തിവിടുന്നില്ല. ഈ ഇലക്ട്രോണുകൾ പിന്നെ എന്ത് ചെയ്യും? അത് പുറത്തുള്ള ചാർജർ വയർ വഴി ചുറ്റിപ്പോയിട്ട് ആനോഡിലേക്ക് തന്നെ എത്തും. അങ്ങനെ ആനോഡിലെ കാർബൺ സുഷിരങ്ങളിൽ ഈ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഒന്നിച്ചു ചേർന്ന് സുരക്ഷിതമായിട്ട് അവിടെ ഒളിച്ചിരിക്കും. അതായത് നമ്മൾക്ക് എന്ത് പറയാം? എനർജി പൂർണ്ണമായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്ററി ഒരു ഇലക്ട്രിക് കാറിലോ ഫോണിലോ കണക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോഴാണല്ലോ ഡിസ്ചാർജിങ് നടക്കുക, ആനോഡിൽ സുരക്ഷിതമായിട്ടിരുന്ന പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും വീണ്ടും വേർപെട്ട് മറുഭാഗത്തുള്ള കാഥോഡിലേക്ക് ഒരേ സമയം യാത്ര തിരിക്കും. ഇതിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ഉള്ളിലെ മെംബ്രെയിൻ വഴി വളരെ എളുപ്പത്തിൽ കാഥോഡിലേക്ക് തിരിച്ചു വരും. നേരത്തെ പോയ അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും. പക്ഷേ ഇലക്ട്രോണുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, മെംബ്രെയിനിലൂടെ കടന്നു വരാൻ സാധിക്കില്ല. പിന്നെ ഇലക്ട്രോണുകൾക്ക് വരാനുള്ള വഴി എന്താണ്? നമ്മൾ പുറത്ത് കണക്ട് ചെയ്ത ആ ലോഡാണ്, അല്ലെങ്കിൽ ആ വയർ. നമ്മൾ എന്തിലാണോ ഈ ബാറ്ററി കണക്ട് ചെയ്തത്, അതായത് ഇലക്ട്രോണുകൾ പുറത്തെ വയറിലൂടെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഓടുന്ന ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത്. ഈ ഓട്ടത്തിനിടയിലാണ് നമ്മുടെ ഫോൺ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടോർ കറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഒടുവിൽ പുറത്തെ വയർ വഴി ഓടിയെത്തുന്ന ഈ ഇലക്ട്രോണുകളും ഉള്ളിലൂടെ വന്ന പ്രോട്ടോണുകളും കാഥോഡിൽ വെച്ച് വീണ്ടും ഒന്നിക്കും. അവ നേരത്തെ നമ്മൾ വൈദ്യുതി കൊടുത്ത സമയത്ത് മാറ്റിവെച്ച ഓക്സിജൻ ഉണ്ടല്ലോ, ആ ഓക്സിജൻ ചേംബറിലേക്ക് പോയ ഓക്സിജൻ, ഈ ഓക്സിജനുമായിട്ട് ചേർന്ന് വീണ്ടും വെള്ളമായിട്ട് മാറും. ബാറ്ററി പൂർണ്ണമായും അടച്ചു വെച്ച ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം പുറത്തേക്ക് പോകുന്നുമില്ല. ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രവർത്തനം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ലിഥിയം ബാറ്ററികളെക്കാൾ എത്രയോ എന്തുകൊണ്ടും മുകളിലാണ് പ്രോട്ടോൺ ബാറ്ററിയുടെ സ്ഥാനമെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അതിവേഗ ചാർജിങ് ആണ്. ലിഥിയം അയോണുകളെക്കാൾ വലിപ്പവും ഭാരവും വളരെ കുറവാണ് ഹൈഡ്രജൻ പ്രോട്ടോണുകൾക്ക്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഈ മെംബ്രെയിനിലൂടെ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇതിന്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ മണിക്കൂറുകൾക്ക് പകരം വെറും മിനിറ്റുകൾ മാത്രം മതിയാകും. ഇനി സുരക്ഷിതത്വം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററികൾ തീ പിടിക്കുന്ന കെമിക്കലുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രോട്ടോൺ ബാറ്ററിയിൽ വെള്ളം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചൂടാവുകയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും ഒരു തീ പിടിക്കാനുള്ള സാധ്യതയോ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇതിന്റെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യം നോക്കാം, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവും. ഇതിൽ വില കൂടിയ ലിഥിയമോ അല്ലെങ്കിൽ കൊബാൾട്ടോ ആവശ്യമില്ല. ലോകത്ത് ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന കാർബണും വെള്ളവും മാത്രമാണ് ഇതിന്റെ പ്രധാന അസംസ്കൃത വസ്തുക്കൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ ചെലവ് ലിഥിയം ബാറ്ററികളെക്കാൾ പകുതിയിൽ താഴെയായിരിക്കും. മാത്രമല്ല റീസൈക്ലിങ്ങും വളരെ എളുപ്പമാണ്. ഇനി തണുപ്പത്തെ പെർഫോമൻസ് നോക്കാം.
സാധാരണ ലിഥിയം ബാറ്ററികൾ മഞ്ഞുകാലത്തോ കടുത്ത തണുപ്പുള്ള രാജ്യങ്ങളിലോ ചാർജ് നിൽക്കാതെ കപ്പാസിറ്റി കുറയാറുണ്ട്. എന്നാൽ പ്രോട്ടോൺ ബാറ്ററികൾക്ക് 0 ഡിഗ്രിക്ക് താഴെയുള്ള കടുത്ത തണുപ്പിലും യാതൊരു പെർഫോമൻസ് കുറവും കൂടാതെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്രയൊക്കെ സിമ്പിൾ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് വിപണിയിൽ വരാത്തത്? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, എന്നിട്ട് ഈ സാധനം എവിടെ? അതിന് ശാസ്ത്രജ്ഞർ നേരിടുന്ന കുറച്ച് വെല്ലുവിളികളുണ്ട്. ഒന്നാമത്തത് കുറഞ്ഞ എനർജി ഡെൻസിറ്റിയാണ്. ഒരു ബാറ്ററി എത്രത്തോളം ചെറുതാണോ അത്രത്തോളം കൂടുതൽ ചാർജ് സംഭരിക്കാൻ അതിന് കഴിയണം. നിലവിൽ പ്രോട്ടോൺ ബാറ്ററികൾക്ക് ലിഥിയം ബാറ്ററികളുടെ അത്രയും വലിയ അളവിൽ ഊർജത്തെ സംഭരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലിഥിയം ബാറ്ററിയുടെ അത്രയും പവർ കിട്ടണമെങ്കിൽ നിലവിലെ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ട് പ്രോട്ടോൺ ബാറ്ററിക്ക് വലിപ്പം കൂടുതൽ വേണ്ടിവരും. ഇതിന്റെ വലിപ്പം കുറയാനുള്ള അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള പരീക്ഷണങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷകർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മുൻതൂക്കം എന്ന് പറഞ്ഞാൽ 40 വർഷത്തെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ലിഥിയം അയൺ ബാറ്ററികൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് 1970-കൾ മുതൽ ഗവേഷണം നടത്തിയിട്ട് 1991 വാണിജ്യാടിസ്ഥാനത്തിൽ വന്നു നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി. അതുപോലെ തന്നെ ലോകമെമ്പാടും കോടിക്കണക്കിന് രൂപയുടെ ലിഥിയം ഫാക്ടറികളുണ്ട്. പ്രോട്ടോൺ ബാറ്ററി ആണെങ്കിൽ ഇപ്പോൾ അതിന്റെ തുടക്കകാലത്തുമാണ്. ഈ സാങ്കേതിക വിദ്യ വലിയ ഫാക്ടറികളിലേക്ക് മാറാനും വിപണി കീഴടക്കാനും ഒക്കെ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഒന്നുറപ്പാണ്, ഭാവിയിലെ ഗ്രീൻ എനർജി സ്റ്റോറേജുകളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും വൻ മാറ്റങ്ങൾ വരുത്താൻ പ്രോട്ടോൺ ബാറ്ററികൾക്ക് സാധിക്കും. വരും വർഷങ്ങളിൽ ലിഥിയം ബാറ്ററികളെ ഇവ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പ്രോട്ടോൺ ബാറ്ററികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ടെക്നോളജികളുമായി ബന്ധപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.